അടുത്തതായി നമ്മുടെ രാജ്യത്ത് വരാനിരിക്കുന്ന അതായത് വഖഫ് നിയമത്തിന് ശേഷം വരാനിരിക്കുന്ന ഏറ്റവും വലിയ നിയമം UCC ആണ്, യൂണിഫോം സിവിൽ കോഡാണ്. UCC നടപ്പാക്കിയ ഉത്തരാഖണ്ഡ്, അതായത് ഉത്തരാഖണ്ഡിൽ ഇപ്പോൾ തന്നെ UCC അവിടുത്തെ സർക്കാർ നടപ്പിലാക്കി കഴിഞ്ഞു. 2 ലക്ഷം വിവാഹങ്ങളും 90 ലൈവിൻ അപേക്ഷകളുമാണ് ഉത്തരാഖണ്ഡിൽ UCC കാരണം വന്നിരിക്കുന്നത്. എന്തുകൊണ്ടാണ് UCC കാരണം ഇത്രയധികം തിരക്ക് ഉത്തരാഖണ്ഡിൽ അനുഭവപ്പെടുന്നത് നമുക്ക് നോക്കാം. ജനുവരി 2025-27 മുതൽ ഉത്തരാഖണ്ഡ് സംസ്ഥാനത്ത് ഏകീകൃത സിവിൽ കോഡ് പ്രാബല്യത്തിൽ വന്നു. ഇതിൻ്റെ കീഴിൽ 2010 മാർച്ച് 25 ജനുവരി 26 ഇടയിൽ നടന്ന എല്ലാ വിവാഹങ്ങളും UCCയുടെ കീഴിൽ രജിസ്റ്റർ ചെയ്യേണ്ടത് നിർബന്ധമാക്കിയിട്ടുണ്ട് എന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്. നിലവിൽ വിവാഹ രജിസ്ട്രേഷൻ 250 രൂപ ഫീസ് ഈടാക്കുന്നുണ്ട്. അത്തരമൊരു സാഹചര്യത്തിൽ കൂടുതൽ ആളുകൾ അവരുടെ വിവാഹം രജിസ്റ്റർ ചെയ്യണമെന്ന് ഉത്തരാഖണ്ഡ് സർക്കാർ തീരുമാനിച്ചു. ഇതിനായി 2025 ജനുവരി 27 മുമ്പ് നടത്തിയ വിവാഹങ്ങളുടെ രജിസ്ട്രേഷൻ 2025 ജൂലൈ 26 വരെ സൗജന്യമായിരിക്കും. അതായത് 2025 ജൂലൈ 26 മുമ്പ് ആരെങ്കിലും വിവാഹം രജിസ്റ്റർ ചെയ്താൽ അയാൾ രജിസ്ട്രേഷൻ ഫീസ് നൽകേണ്ടതില്ല എന്നുള്ളതാണ് ഒരു കാര്യമെന്ന് പറയുന്നത്. എന്തായാലും UCCക്ക് കീഴിൽ രജിസ്റ്റർ ചെയ്യുന്നതിനുള്ള അവസാന തീയതി 2025 ജൂലൈ 27 അവസാനിക്കുമെന്നുള്ള റിപ്പോർട്ടുകൾ പുറത്തു വരുന്നു. എന്തായാലും ഇത് അവസാനിക്കുന്ന സാഹചര്യത്തിൽ വിവാഹങ്ങൾ, വിവാഹമോചനങ്ങൾ, ലീവ് ഇൻ ബന്ധങ്ങൾ എന്നിവ രജിസ്റ്റർ ചെയ്യുന്നതിനുള്ള തിരക്ക് ഇപ്പോൾ വളരെ ഭീകരമായി അനുഭവപ്പെടുകയാണ്. ജനുവരി 27 സംസ്ഥാനത്ത് പ്രാബല്യത്തിൽ വന്ന UCC പ്രകാരം 2010 മാർച്ച് 26 മുതൽ UCC നടപ്പിലാക്കുന്നത് വരെയുള്ള എല്ലാ വിവാഹങ്ങളും, വിവാഹമോചനങ്ങളും, ലീവ് ഇൻ ബന്ധങ്ങളുടെയും രജിസ്ട്രേഷനും നിർബന്ധമാക്കിയിട്ടുണ്ട്. ലിംഗസമത്വം, ബഹുഭാര്യാത്വം നിരോധിക്കൽ, ലീവ് ഇൻ ബന്ധങ്ങളുടെ സുതാര്യത തുടങ്ങിയ വ്യവസ്ഥകൾ ഉൾപ്പെടെ എല്ലാ പൗരന്മാർക്കും തുല്യ അവകാശങ്ങൾ ഉറപ്പാക്കുക എന്നതാണ് ഈ നിയമം കൊണ്ട് ലക്ഷ്യമിടുന്നത്. എന്തായാലും UCC നടപ്പിലാക്കി 6 മാസത്തിനുള്ളിൽ രജിസ്ട്രേഷൻ നിർബന്ധമാക്കിയിട്ടുണ്ട് എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത. ലീവ് ഇൻ ബന്ധങ്ങളുടെ കുട്ടികൾക്കും വിവാഹിത ദമ്പതികളുടെ കുട്ടികൾക്കുമുള്ള അതേ അവകാശങ്ങൾ ലഭിക്കുമെന്നുള്ളതാണ് മറ്റൊരു പ്രത്യേകത. സ്ത്രീകൾക്ക് പുരുഷന്മാർക്കുള്ള അതേ അവകാശങ്ങൾ നൽകുകയാണ് എന്നുള്ളതാണ് UCCയുടെ മറ്റൊരു ലക്ഷ്യമെന്ന് പറയുന്നത്. സ്ത്രീകൾക്ക് പുരുഷന്മാരെ പോലെ തന്നെ അവകാശങ്ങൾ നൽകുക എന്നതാണ് UCCയുടെ ലക്ഷ്യം. അതായത് ബഹുഭാര്യാത്വം, നിക്കാഹ്, ഹലാൽ തുടങ്ങിയ ആചാരങ്ങൾ നിയമം നിരോധിക്കുന്നു. ലീവ് ഇൻ ബന്ധങ്ങളിൽ സ്ത്രീകൾക്ക് സംരക്ഷണവും ഇത് നൽകുന്നുണ്ട്. ഉപേക്ഷിക്കപ്പെട്ടാൽ അവർക്ക് ജീവനാംശവും അവകാശപ്പെടാൻ കഴിയും. ലീവ് ഇൻ ബന്ധം രജിസ്റ്റർ ചെയ്യുന്നതിൽ പരാജയപ്പെടുന്നത് തടവിനും പിഴയ്ക്കും ഈടാക്കുമെന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. എന്തായാലും ഉത്തരാഖണ്ഡിൽ ഏകീകൃത സിവിൽ കോഡ് വന്ന ശേഷം അവിടെയുള്ള ജനങ്ങളെല്ലാം തന്നെ ആ സിവിൽ കോഡ് അനുസരിച്ച് ജീവിക്കുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇനി കേരളത്തിലേക്ക് ഇത് വരുമ്പോൾ മാത്രമേ ഇവിടെയുള്ള സുഡാപ്പികൾ ഇതിനെതിരെ എന്തൊക്കെ പറയും എന്നുള്ളത് നമുക്ക് കാണേണ്ടതായിട്ടുള്ളൂ. ന്യൂസ് ഡെസ്ക്, ന്യൂസ് മലയാളം.